ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വന്നതാണ്. ഓക്കെ, അവര് ഇപ്പൊ ചാനൽ ലീഡ് ചെയ്യുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും എൻ്റെ അവരെ അകമാറുന്ന ഒരു റിക്വസ്റ്റിന്റെ ബലത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഇതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പോലീസിന്റെ ഇപ്പോ വരാൻ പോകുന്ന പോലീസിന്റെ ഈ 2025 പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം, ആദ്യം നമ്മുടെ കേരള ഹിസ്റ്ററി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 കമ്മീഷൻ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് മലയാളം വില്യം ലോഗൻ കമ്മീഷൻ, പിന്നെ TL സ്ട്രെയിഞ്ച് കമ്മീഷൻ, പിന്നെ അടുത്ത ഉള്ളത് എയർ നേപ്പ്. ഈ 3 എണ്ണമാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകും. വില്യം ലോഗൻ കമ്മീഷൻ എന്ന് വെച്ചാൽ 1835 മുതൽ മാപ്പിള ലഹള അല്ലെങ്കിൽ കലാപം എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ് ഈ വില്യം ലോഗൻ കമ്മീഷൻ. ഈ സംഭവം കഴിഞ്ഞിട്ട് TL സ്ട്രെയിഞ്ച് വരുന്ന കാര്യം അതെന്ന് പറഞ്ഞാൽ മലബാർ കലാപം 1921 നടന്ന കലാപമാണ്. IV ശശി മമ്മൂട്ടിയെ വെച്ച് സംവിധാനം ചെയ്ത ഒരു പടമാണ്. അപ്പൊ ആ ഒരു സമയത്ത് മലബാർ കലാപത്തെ കുറിച്ചാണ് ഇതില് പറയുന്നത്. മലബാർ കലാപത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് 1921. എയർ നേപ്പ് കമ്മീഷൻ ഇതെന്ന് പറയുന്നത് വാഗൻ ട്രാജഡിയാണ്. വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഈ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇത് 3 പഠിച്ചു തിരിഞ്ഞു പോകേണ്ട കാര്യമാണ്. അപ്പൊ മാപ്പിള കലാപം എന്താണ്, മലബാർ കലാപം എന്താണ്, വാഗൻ ട്രാജഡി എന്താണെന്ന് പഠിക്കുന്ന ഒറ്റ ക്ലാസ്സിങ് കിട്ടും. മാപ്പിള കലാപം എന്ന് വെച്ചാൽ 1835 തൊട്ട് മുസ്ലിങ്ങളെ വളരെ നിഷ്ഠൂരമായി ദ്രോഹിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആ ജന്മിമാര് ഈ നമ്മളെ കേരളത്തിലുള്ള. അപ്പൊ ആ സമയത്ത് അവര് കലാപത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് വില്യം ലോഗനാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പൊ അവർക്ക് മനസ്സിലായി, വില്യം ലോഗൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഭൂപരിഷ്കരണവും പിന്നെ നികുതി, 2 ബ്രിട്ടീഷ് ചൂഷണം, ജന്മി ചൂഷണം, ഇതൊക്കെയാണ് ഇതിന്റെ ഫലമെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി TL സ്ട്രെയിഞ്ച് ഈ മാപ്പിള കലാപം ഉണ്ടായതിനു ശേഷമാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പൊ അവര് പറയുന്ന കാര്യം എന്താണ്? ഒന്നുമില്ല, അവര് പറയുന്ന ഈ പ്രശ്നങ്ങൾ എന്താണ്, തർക്കവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനുശേഷമാണ് 1921 വാഗൻ ട്രാജഡി നടന്നത്. ഈ വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. മറന്നു പോയത് 3 കമ്മീഷനാണ്. മാപ്പിള ലഹള ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ലോഗൻ, മലബാർ കലാപം 1921 IV ശശി, മലബാർ കലാപം 1921 പഠിക്കണം. അതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ്. പിന്നെ എയർ നേപ്പ് കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് വാഗൻ ട്രാജഡി കമ്മീഷൻ. വാഗൻ ട്രാജഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 1921 നവംബർ 10 ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലോട്ടുള്ള ട്രെയിനിൽ 72 പേര് മരണപ്പെട്ട സമ്പ്രദായമാണ്. കലാപകാരികളായ ജനങ്ങളെ ഈ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലോട്ടുള്ള MSMLV 1711 എന്ന ട്രെയിൻ നമ്പർ വണ്ടിയിൽ കയറ്റിവിടും. അതിനകത്ത് ആ ഒരു ഗുഡ്സ് വാനിനകത്ത് ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ 72 പേരെ കുത്തിഞ്ഞെരിക്കുകയാണ് കൊണ്ടുപോയത്. ഇവരെല്ലാം പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അവിടെയാണ്. അപ്പൊ ഈ റെയിൽവേ ട്രാജഡി, വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പോത്തന്നൂരാണ്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിന്റെ പഴയ പേര് കോവൈ എന്നാണ്. ഓക്കെ, അപ്പൊ പോയ വഴിക്ക് പോത്തന്നൂർ വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു 1921 നവംബർ 10. ഇതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയാണ് ഇതിലെ ഒരു കാര്യങ്ങൾ. ഇത് നിങ്ങൾ നല്ലപോലെ ചിട്ടയായിട്ട് പഠിക്കുക. പിന്നെ രണ്ടാമത് കാര്യങ്ങൾ, പോലീസ് പരീക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക, ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഈ ഒരു വളരെ ഇപ്പൊ എല്ലാവരും പറയും എക്സൈസ് ആണോ ഫയർമാൻ ആണോ, എല്ലാം നല്ലത് തന്നെ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ പോലീസ് പരീക്ഷ എന്ന് വെച്ചാൽ എക്സൈസിനെ ഫയർമാനെ വെച്ച് നോക്കിയാൽ 10,000 രൂപ ഡിഫറൻസ് ഉണ്ട് സാലറിയിൽ. ആ ഡിഫറൻസ് വലിയൊരു ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഈ പരീക്ഷ, ഈ പോലീസ് എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ.